Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. തോറ്റാരമ്മേ കറങ്ങാൻ പോകാനായിരുന്നെങ്കിൽ നമുക്ക് മലമുകളിൽ പോയാൽ പോരായിരുന്നോ? ഈ കൊടുങ്കാട്ടോട്ട് ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? ബോളറൻ പറഞ്ഞിരുന്നില്ലേ അവന്റെ ഗ്രാമത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അതായത് നമ്മുടെ തത്തമ്മ ഗ്രാമം. കൂട്ടുകാരെ, വെൽക്കം ടു പോപ്പട്ട് തോത്താറാം വില്ലേജ്. എടാ ബോലാറാമേ, നിനക്ക് സുഖമാണോ? ബോലാറാം, നീ പറഞ്ഞത് ഗ്രാമത്തിലുള്ളവർ അപകടത്തിലാണെന്നല്ലേ? പക്ഷെ നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ, സംശയമുണ്ടോ? ഹലോ ഫ്രണ്ട്സ്. കൂട്ടുകാരെ, ഇതെന്തോ തത്തയാ? ഇതിന്റെ ഒരു സൈഡിലെ ചിറകുള്ളല്ലോ. ബോലാബായ്, ഇത് പുതിയ സ്റ്റൈലാണല്ലോ. ഒരു വശത്ത് ചിറകുണ്ട്, മറുവശത്ത് ചിറകില്ല. എടോ, ഇത് സ്റ്റൈലൊന്നും അല്ല. ഒരു ഭാഗത്തെ ചിറകല്ല, ചിറക് തക്കപ്പറ്റ ആൾക്കാരെ കൊണ്ടുപോയി ഞങ്ങളുടെ നിറമെല്ലാം പോയേ. അയ്യോ. ചേട്ടാ, ചേട്ടന്റെ ഗ്രാമത്തിലെ തത്തകളുടെ എല്ലാം തൂവല് പോയല്ലോ. നിങ്ങളെ കാണുമ്പോൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. അതെ, വിചിത്രമാണ്. ഞങ്ങളെ ചിറക് തങ്കപ്പനാണ് ഇങ്ങനെ വിചിത്രമാക്കി മാറ്റിയത്. അത് മഞ്ചലാലിന്റെ മോനാണ്, ചോച്ചൂറാമിന്റെ കൊച്ചുമോൻ. ഇതിപ്പോ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. നിങ്ങൾക്ക് ഇത് തമാശയായിട്ടാണോ തോന്നുന്നത്? അവൻ തൂവൽ വെച്ച് തൊപ്പിയും കോട്ടും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ്. എല്ലാ തൂവലും പോയേ. മനസ്സിലായി. അയാളുടെ കമ്പനിയുടെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് മൊത്തത്തിൽ ഇവരുടെ തൂവലും പോയി, എല്ലാവരുടെ നിറവും പോയി. അങ്ങനെയല്ല, ഇവൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ തൂവല് കൊണ്ടാണ്. ഗ്രാമം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അവന്റെ ആളുകൾ വന്നാൽ ഉടനെ തന്നെ എല്ലാ തൂവലുകളും പറിച്ചെടുത്തോണ്ട് പോവും. ഞങ്ങളുടെ നിറമെല്ലാം അങ്ങനെയാ പോയത്. എന്റെ തൂവലുകൾ മുളച്ച് വലുതാകുന്നതിന് മുന്നേ അവര് പറിച്ചുകൊണ്ട് പോകും. സോഫ്റ്റ് തൂവലുകൾക്ക് മാർക്കറ്റിൽ വലിയ വിലയാണത്രേ. കരയണ്ട, എന്റെ അമ്മച്ചിയാണ് സത്യം. ആ ചിറക് തങ്കപ്പനെ ഒരു പാഠം പഠിപ്പിച്ച് ചിറകില്ലാത്ത പക്ഷിയെ പോലെ ആകാശത്തൂടെ പറപ്പിക്കും. അയ്യോ, അവൻ വരുന്നുണ്ട്, അവൻ വീണ്ടും വരുന്നുണ്ട്. എല്ലാരും എവിടെ പോയി? കാണുന്നില്ലല്ലോ. നിങ്ങൾ ആരാ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ആരാന്ന് നിന്റെ കിളി പോകുമ്പോ മനസ്സിലായിക്കൊള്ളും. എന്നാൽ ഇന്ന് തത്തകളോടൊപ്പം നിങ്ങളുടെ പപ്പും പൂടെയും ഞാൻ പറിച്ചെടുക്കും. എന്നാ പിന്നെ ഞാൻ തരാം. ആദ്യം എന്റെ ചെറുക്കനെ പറിച്ചെടുത്തോ നീയൊക്കെ. എടാ പീറപ്പൂച്ചേ, എന്റെ അടുത്താണോ നിന്റെ കളി? അടിക്കവുമാരെ. എടാ മരമണ്ടന്മാരെ, എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? നേരെ നിക്ക്, എന്നിട്ട് അടിക്ക. ഇന്ന് നിനക്ക് ഒരു 8ന്റെ പണി തരും. പിന്നെ നീ സ്വപ്നത്തിൽ പോലും തത്തയെ കണ്ടാൽ വിറയ്ക്കും. ഇതിന് നീയൊക്കെ അനുഭവിക്കൂടാ. ചിറക് തങ്കപ്പ നിന്നെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ലടാ. വാടാ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാടാ. അയ്യോ, നിന്റെയൊക്കെ ചിറക് തങ്കപ്പനെ ചിറകില്ലാതെ ഞങ്ങൾ പറപ്പിക്കും. ചെന്ന് പറഞ്ഞുതരാം അയാളോട്. എടാ ബോലാറാമേ, അവന്റെ ഫാക്ടറിയിലേക്ക് ഞങ്ങളെ ഒന്ന് പെട്ടെന്ന് എത്തിക്ക്. അവന്റെ ഫാക്ടറിയിൽ നമുക്ക് പറപ്പിക്കണം. ഓക്കേ, എന്നാ പോവാം. ചെല്ലത്തമ്മേ,
ചെല്ലത്തത്തമ്മേ, തത്തകളുടെ കൂടെ കൂടി നിനക്കും ചിറക് മുളച്ചല്ലോ. അതും വെച്ച് പറന്നാണോ വന്നത്? ഞങ്ങൾ ഒരുപാട് നാണം കെടുത്തിയിരിക്കുകയാണ്. എന്റെ അമ്മച്ചിയാണ് സത്യം. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. അല്ലെങ്കിൽ തന്നെ നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ കയ്യിൽ നിന്ന് പറന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ തത്തകൾക്ക് ഇത്ര ധൈര്യമോ? തത്തകളും മാത്രമല്ല, അവിടെ ഡോഗിയും പൂച്ചകളും ഉണ്ട്. മൊത്തത്തിൽ 6 പേരുണ്ട് ബോസ്. അപ്പൊ നിന്നെ അവർ തോൽപ്പിച്ചു. ആ പീറ പൂച്ചകളും ഡോഗും നിന്നെ പറവറപ്പിച്ചു അല്ലേ? ബോസ്, അവർ വളരെ ശക്തരാണ്. എന്നെ കളിയാക്കി ചിരിക്കുകയാണോ? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പൂച്ചകളുടെ ഡോഗിന്റെ കയ്യിൽ നിന്ന് അടി മാറ്റോണ്ട് വന്നിരിക്കുകയല്ലേ നീ? പറഞ്ഞ് ഞാൻ അവന്മാരോട് പകരം വീട്ടും. പകരം ചോദിക്കുന്നതൊക്കെ പിന്നെ ആദ്യം പോയി ഡ്രസ് മാറും. തൂവലും വെച്ച് വന്നിരിക്കാവൻ. അവന്മാരുടെ കാര്യം ഈ ഞാൻ ഏറ്റോ. അതെ ബോസ്, അവന്മാരം കാണും വന്നു കഴിഞ്ഞാൽ പിന്നെ ബോസിന്റെ പൊടി പോലും കാണില്ല. ആ വടക്ക് സത്രങ്കി പിണ്ടി പോകരുത്. ഇത് ഫാക്ടറി അല്ല, എന്റെ ബംഗ്ലാവാണ്. ബംഗ്ലാവ്. സത്രങ്കി ആദ്യം അവന്മാരെന്റെ മുമ്പിലോട്ട് വരട്ടെ. എടാ ചിറക് തങ്കപ്പ, പുറത്തോട്ട് വാടാ. ചിറക് തങ്കപ്പനെ ഇടിക്കാൻ പോകുന്നത് നീയാണോ? അല്ല, ഞാൻ കമന്ററി പറഞ്ഞതാ. ഇടി കൊടുക്കുന്ന ചേട്ടനാ. ചിറക് തങ്കപ്പ. ബോസ്, ഇതാണ് അവന്മാര്. ഞങ്ങളെ പറപ്പിച്ചവന്മാര്. മനുഷ്യനായ എന്നെ തത്തയാക്കി മാറ്റിയത് ഇവന്മാരാണ്. അതേടാ, ഞങ്ങൾ തന്നെയാണ്. നിന്നെ നേരത്തെ കണ്ടപ്പോഴേ തത്തയായിട്ടാ തോന്നിയത്. ഇനി തങ്കപ്പ, നിന്നെ എന്തായിട്ടാ മാറ്റേണ്ടത്? അതിലെ ചിറകവിടെ പോയി. ചിറകോ? അതിനിവിടെ ആർക്കാ ചിറക്? എടാ, എന്റെ ഫുൾ നെയിം ചിറക് തങ്കപ്പനെന്നല്ലേ? ഇവൻ എന്നെ വെറും തങ്കപ്പനെന്നാ വിളിച്ചതാ. ആ ചിറക് മിസ്സായി പോയില്ലടാ പണ്ട. പറയുമ്പോ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ആ, നിനക്കൊക്കെ ഇവിടെ വരെ എങ്ങനെ ധൈര്യമുണ്ടായി? എടാ തങ്കപ്പ, നിന്റെ ബിസിനസ് പൂട്ടിക്കാനാടാ ഞങ്ങൾ ഇവിടെ വന്നത്. അതെന്തായാലും കൊള്ളാം. ഈ ചെറുക തങ്കപ്പനോടാണോ നിന്റെ വരട്ടൽ? എടാ മരമണ്ടന്മാരെ, ആദ്യം എന്റെ അടുത്തോട്ടൊന്ന് വന്ന് കാണിക്ക നീയൊക്കെ. സത്രങ്കി, നീ കണ്ടോ എന്റെ ബുദ്ധി? യവന്മാര് തത്തയെ രക്ഷിക്കാനല്ലേ വന്നത്? ഇപ്പതാ സ്വയം തത്തയായി. നീയൊക്കെ തത്തകളെ കളിയാക്കും അല്ലടാ? തോത്താറാമേ, തത്തകളെ കൊണ്ടും ഇവന്മാരുടെ ഒക്കെ കിളി പറത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. സംശയമുണ്ടോ? ചേട്ടാ, ചേട്ടൻ എന്തായി ചെയ്തത്? ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരൂടാ തങ്കപ്പ. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്റെ അടുത്തത്തെ അത്ര എളുപ്പമാണെന്നോ? ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ബോക്സ് ചെറുതാകും. പപ്പടം പോലെ പൊടിയും നീ. അതെന്തായാലും കലക്കി ബോസ്. അവന്മാര് കുടുങ്ങി ബോസ്. ഞങ്ങൾ അനങ്ങിക്കഴിഞ്ഞ ബോക്സ് ചെറുതാവുന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ അനങ്ങാതെ ഞാൻ മുമ്പോട്ട് പോകുന്ന കണ്ടോ നിങ്ങളെ? കുഴപ്പമില്ലല്ലോ തോത്തറമേ. നീ അണങ്ങി പോരുത്. നീ ഇങ്ങനെ സംസാരിച്ച് എന്നെ കൊലക്കി കൊടുക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇത് ബോസിന്റെ കയ്യിലിരിക്കുന്ന റിമോട്ടിലെ പ്രവർത്തിക്കൂ. ഓ എടാ വെളിവില്ലാത്തവനെ. കൂട്ടുകാരെ, നമുക്ക് എങ്ങനെയും ആ റിമോട്ട് കൈക്കലാക്കണം. സോർദാറെ, ആ റിമോട്ട് വേഗം ക്യാച്ച് ചെയ്യേ.
എടാ തങ്കപ്പ ബോക്സ് പറന്നുപോയി. ഇനി നിന്നെ ഞാൻ പറപ്പിക്കാം. നോക്കി നിൽക്കാതെ പോയി അടിക്കടാ. നന്നായി പറന്നടിക്ക്. വേഗമാകട്ടെ. അപ്പൊ നീ പറന്നു പോകാൻ റെഡിയാണോ തങ്കപ്പ? നിക്കേ. സ്വന്തം ബോസിന്റെ ഓർഡർ അനുസരിക്കില്ലേ നീ? എന്തോന്ന് ഓർഡറാ? നിന്റെ ബോസ് പറഞ്ഞ കേട്ടില്ലായിരുന്നോ? കിളികളെ പോലെ പറന്ന് പറന്ന് അടിക്കണമെന്നല്ലേ പറഞ്ഞത്? ആദ്യം ഒന്ന് പറന്ന് കാണിച്ചേ. എന്റെ കൂട്ടുകാരുടെ ചിറക് നീ പറിച്ചെടുക്കുമല്ലടാ. ഇന്ന് നിനക്ക് ചിറക് പിടിപ്പിച്ച് തത്തയാക്കി മാറ്റും ഞാൻ. അയ്യോ എന്റെ അമ്മോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇപ്പൊ തത്തയാക്കി മാറ്റി, ഇനി മയിലാക്കാൻ വല്ല പ്ലാനുണ്ടോ? എടാ നിന്നെ ഞാൻ മയിലാക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വെളുപ്പിച്ച് തരാം. എന്താടാ അലക്കാണോടാ പണി? അവൻ തത്തകളുടെ തൂവൽ പറിച്ചെടുത്ത് നിങ്ങൾ കാശുണ്ടാക്കാൻ നോക്കുകയാണല്ലേ. അയ്യോ അയ്യോ എന്തായി കാണിക്കുന്നേ? അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ. അയ്യോ അയ്യോ കൊല്ലല്ലേ. ഈ തങ്കപ്പനെ ഇപ്പൊ ശരിക്കും എന്റെ കളറായല്ലോ. എന്റെ തങ്കപ്പ, നീ സ്വന്തമായിട്ട് ചോക്കണ്ട, ഞങ്ങള് തന്നെ നിന്നെ ഇടിച്ച് ചോപ്പിച്ചോളാം. അയ്യോ അയ്യോ, ഇതെന്താ ഇത്? പുലി പോലിരുന്ന ഞങ്ങളുടെ ബോസിനെ എലിയാക്കിയല്ലോ. പോപ്പട്ടെ, ഇയാളെ കണ്ടിട്ട് ഇപ്പൊ ഒരു പൂവൻകോഴിയെ പോലെ ഉണ്ടല്ലോ ഇവിടെ. അയ്യോ മതിയായി, ഇനി ഒന്നും ചെയ്യല്ലേ. ഞാൻ ആകെ കിളി പോയിരിക്കുകയാണ്. ഇനി ഇടികൊള്ള എന്റെ ശരീരത്തിൽ സ്ഥലമാക്കിയില്ല. ചേട്ടാ ഇയാള് പറയുന്ന കേട്ടാത്തൊന്നും നമ്മൾ ഇയാളെ ഡിന്നറിന് വിളിച്ചിരിക്കുകയാണെന്ന്. എടോ തങ്കപ്പ, തനിക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ എത്ര തരുന്നോ അത്ര ഇടി അങ്ങ് വാങ്ങിച്ചോ. അയ്യോ വേണ്ട വേണ്ട, ഇനി മേലിനെ തത്തകളെ ഉപദ്രവിക്കില്ല. സത്യം, ഞാൻ എന്റെ കമ്പനി പൂട്ടിക്കോളാം. ഈ ഗ്രാമം എന്നേക്കുമായി പൊയ്ക്കോളാം. ഇനി എന്റെ കിളി പറഞ്ഞു. വേണ്ട, ഇവിടുന്ന് നീ നേരെ ഇനി ജയിലിലേക്ക് പോകും. അതും ഇനിയും പറന്നു 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 തന്നെ. അങ്ങനെ ഇടിച്ചു പിടിഞ്ഞ് നിങ്ങളെ നിറം മാറ്റിയല്ലേ? താങ്ക് യു കൂട്ടുകാരെ. ഉഴുതുമറിച്ച പാടം പോലെ ആയിപ്പോയി. ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ നിലവിളി ശബ്ദം ഒന്നിടോ. പേടിക്കണ്ട, ജയിലിൽ നിന്നെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ടാവും. അത് നല്ല കിളി പോലത്തെ ഡോക്ടർമാരായിരിക്കും.